വിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. ഒരു സത്യവിശ്വാസിക്ക് വിശുദ്ധമായ ഖുർആൻ 3 ലോകത്ത് 3 രീതിയിലുള്ള ഇടപെടലുകൾ വിശുദ്ധമായ ഖുർആൻ നടത്തുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ ആലമുൽ അർവാഹ് മുതൽ ആലമുൽ ആഖിറം വരെയുള്ള 5 ലോകങ്ങളിൽ ആദ്യത്തെ ലോകം ആലമുൽ അർവാഹ് നമ്മൾ എന്താണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. ആ ഒരു ലോകത്ത് രണ്ടാമത് ആലമുൽ അർഹാം എന്ന് പറയുന്ന ഉമ്മയുടെ ഗർഭാശയം എന്ന ലോകത്ത് ഞാനും നിങ്ങളും പ്രവേശിപ്പിക്കപ്പെട്ടു. 9 മാസവും 10 ദിവസവും അവിടെ നമ്മൾ താമസിച്ചു. ഖുർആൻ നമ്മൾ അറിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് സ്വാധീനം ചെലുത്തിയിട്ടുമില്ല. അത് കഴിഞ്ഞ് 3ാമത്തെ ലോകം ആലമുൽ അജ്സാം എന്ന് പറയുന്ന ഈ ഭൗതിക ലോകത്ത് എന്റെയും നിങ്ങളുടെയും വിശുദ്ധമായ ഖുർആൻ എന്ന് ഞാനും നിങ്ങളും അവകാശപ്പെടുന്ന വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത്, അത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇനി 4ാമതൊരു ലോകമുണ്ട്, ആലമുൽ ബർസഖ്. അത് ഖബറാകുന്ന ലോകമാണ്. അവിടെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരു രീതിയിലാണ് നമ്മെ സമീപിക്കുന്നത്. അവസാനം അനന്തമായ ആഖിറത്തിൽ പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ജോലിയാണ്, അല്ലെങ്കിൽ മറ്റൊരു പ്രക്രിയയാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ളത്. 3 ലോകങ്ങളിൽ 3 സൈസ് ഇടപെടലുകൾ വിശുദ്ധ ഖുർആൻ നടത്തുമ്പോൾ ഈ ഭൗതിക ലോകത്ത് വിശുദ്ധമായ ഖുർആൻ ഹാദിയാണ്. ഖബറിലേക്ക് പോകുമ്പോൾ പിന്നെ ഹാദി എന്നുള്ള ഉത്തരവാദിത്വം വിശുദ്ധ ഖുർആനിൽ ഇല്ല. പിന്നെ വിശുദ്ധ ഖുർആന് ഖബറിൽ ഇമാമാവുകയാണ്. ആ ഇമാം എന്ന് പറയുന്ന പദവി നാം ഓരോരുത്തരും നമ്മുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയം അള്ളാഹുവിന്റെ പരലോകമെന്ന് ഒരിച്ചാൻ മുകളിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പ് താപം കൊണ്ട് വിറയ്ക്കുന്ന ആ മഹ്ശറിൽ വിശുദ്ധമായ ഖുർആൻ ഹാദിയല്ല, ഇമാമല്ല. അവിടെ വിശുദ്ധ ഖുർആന് മറ്റൊരു ഡ്യൂട്ടിയാണ്, അത് ഷാഫിയാണ്, അഥവാ ശുപാർശകനാണ്. വിശുദ്ധ ഖുർആൻ 3 ലോകത്ത് 3 സൈസ് ഇടപെടലുകൾ നടത്തുന്നു. ഈ ഭൗതിക ലോകത്ത് ഹിദായത്തും, ഖബറിൽ ഇമാമത്തും, നാളെ പരലോകത്ത് ശഫാഅത്തും.